കലക്കി സതീശ. താങ്ക്സ്. ശംസനെന്താ കുടിക്കാൻ വേണ്ടത്? പെറ്റ ഉമ്മച്ചാണേക്കാ, ഞാൻ പണ്ടത്തെ പോലെ അല്ല, ഭയങ്കര ഡീസൻ്റായി. പകല് റമ്മ് മാത്രമേ കഴിക്കുള്ളൂ, ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ റമ്മ് മാത്രമേ കഴിക്കുള്ളൂ. ടീച്ചറിന്റെ കാര്യത്തിലേക്കാ നമുക്കൊക്കെ വലിയ വിഷമമുണ്ട്. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ചോറ് മേടിച്ച് കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പടച്ചോൻ ചിലപ്പോ ചില കൈവിട്ട കളി. അങ്ങനെ അല്ലിക്ക പിള്ളേരൊക്കെ പറയണത്. പള്ളിയുടെ അവിടെ വർക്ക്ഷോപ്പ് നടത്തുന്ന സേവിയില്ലേ? ഏത് മുണ്ട സേവിയ? അവനിപ്പോ റിട്ടയർഡാ. പകരം അവന്റെ ഒരു അനിയനൊരു ആറാമറപ്പുണ്ട്, ഫെലിക്സ്. അവനും അവന്റെ കമ്പനികളും അറിയാതെ അവിടെ ഒരു പണിയിൽ നടക്കിയില്ല. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു, ഒന്ന് കാണാൻ വന്നതാ. ഇവിടെ ഈ റോട്ടിൽ കിടന്ന ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശിങ്കൽ മരിച്ചത്. നീയൊന്നും അറിയാണ്ട് ഇവിടെ ഒരു പണിയും നടക്കുകയില്ലെന്നറിയാം. പറ, പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ. വേഗം പറ. നമ്മുടെ കയ്യിൽ മൂർച്ചകളുണ്ട് കേട്ടോ. ഇത് പഴയ കൊച്ചൊന്നുമല്ല, പണി കിട്ടൂട്ടോ. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. കോളനി കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ്. കോളനിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും.